ദൈവത്തിന് സ്തോത്രം. ത്രില്ലർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഞാനും കേൾക്കുന്നത് നിങ്ങളും. ഇത് സാങ്കല്പികവും ഒറിജിനലിനെ പോലും വെല്ലുന്ന കഥകളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പള്ളിയുടെ 3-ാം നിലയിൽ കയറി വിലപിക്കേണ്ടതാണ്. വായിക്കുന്ന ആളും ഈ വാർത്തയുമായി ഒരു ബന്ധവുമില്ല. പ്രധാന വാർത്തകൾ. ഉപവാസ പ്രാർത്ഥന. പുതിയ അധ്യയന വർഷത്തിലേക്ക് കാണാനില്ല. വിന്നേഴ്സ് ഓഫ് ദ ഇയേഴ്സ് 2K24 VBS. ഏതൻ തോട്ടത്തിലെ വിശുദ്ധ വിവാഹം. കള്ളൻ കുണുവാവ പിടിയിൽ. കൺവെൻഷൻ. AG സഭയിലെ കൈനേട്ടങ്ങൾ. കോമ്പറ്റീഷൻ. വിനോദയാത്ര. വൻ നാശനഷ്ടത്തിലേക്ക്. ധാന്യോത്സവം. AG നഗറിലെ പരാതികൾ. അവാർഡ് ദാനം. ചുവന്നു കണ്ണുള്ള അപരൻ. സ്പോർട്സ്. ഇന്നത്തെ കലാപരിപാടികൾ. വാർഷികം. കാലാവസ്ഥ. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ന്യൂസിലേക്ക് തിരികെ കടന്നു വരാം. പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. ചുവരുകൾ നന്നായി തിളങ്ങാനും പൊടിയെ അകറ്റാനും പെയിന്റുകൾ അടിച്ചു കൊടുക്കപ്പെടും. സമീപിക്കുക ബ്രദർ അനു ഫ്രാൻസിസ്. ഫോൺ നമ്പർ 9998887771. വാർത്തകൾ വിശദമായി. ഉപവാസ പ്രാർത്ഥന. മാർച്ച് മാസത്തിൽ 25 മുതൽ 30 വരെയാണ് ശാലേം AG ചർച്ചിൽ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നത്. വളരെ നല്ല ആത്മീയ അന്തരീക്ഷമാണ് സഭയിൽ ഉണ്ടായിരുന്നത്. നല്ല ഗാലാനപനവും പ്രസംഗങ്ങളും സഭയുടെ ആത്മീയ തലത്തെ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഈ 7 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ എല്ലാ സഭാ വിശ്വാസികളും പങ്കെടുക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. പാസ്റ്റർ ബിനോ തോമസ് അവറുകളുടെ നിയന്ത്രണത്തിലാണ് നടന്നത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് 2024 പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്ന വിദ്യാർത്ഥികൾക്ക് സഭാ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. എല്ലാ കുഞ്ഞുമക്കളും ഈ പഠന ഉപകരണങ്ങൾ ലഭിച്ചു. എന്നാൽ ഇതിനിടയിൽ ബിജിത എന്ന യുവതി ഷെർലി സജി എന്ന യുവതിക്ക് 2 ബുക്ക് കിട്ടി, തനിക്കൊരു ബുക്ക് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട ഷെർലി സജി ഇത് തൻ്റെ മക്കൾക്ക് കിട്ടിയ ബുക്കാണെന്ന് തെളിയിച്ചിട്ട് പോലും ബിജിത സിസ്റ്റർ വിശ്വസിക്കാൻ തയ്യാറായില്ല. വളരെ സങ്കടത്തോടെയാണ് വീട്ടിലേക്ക് സിസ്റ്റർ മടങ്ങിയത്. ഇത് കണ്ട സഭയിലെ പാസ്റ്ററും സഭാ കമ്മിറ്റി അംഗങ്ങളും 3 വലിയ പെട്ടി ബുക്കും പെൻസിലും പേനയും ബാക്കി സാധനങ്ങളും വാങ്ങി ടിപ്പർ നിറച്ച് ബിജിത സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടിറക്കി. പിറ്റേ ദിവസം ഈ കാര്യം ഷെർലി സജിയോട് ബിജിത സഹോദരി അറിയിച്ചു. ഇത് കേട്ട ഷെർലി സജി സഭാ പാസ്റ്ററോട് തനിക്ക് ബുക്ക് വേണമെന്ന് അറിയിക്കുകയുണ്ടായി. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ന്യൂസിലേക്ക് കടന്നു വരാം. രുചിയേറെ വിഭവങ്ങൾക്ക് സമീപിക്കൂ. രുചിക്കോട്ട് കാറ്ററിംഗ് സർവീസ്. ബ്രദർ ജോൺ ദാസ് കീഴാറൂർ. വാർത്തകൾ വിശദമായി. കാണാനില്ല. AG ചർച്ച് കീഴാറൂരിൽ സഭാ സെക്രട്ടറി സിസ്റ്റർ ഉഷ ജോയിയുടെ ഭർത്താവായ ബ്രദർ ജോയ് ഗ്ലാഡ്സിനെയാണ് 2024 ഡിസംബർ മാസം 22-ാം തീയതി ലേലത്തിനിടയിൽ കാണാതായി. ഇതിനെ തുടർന്ന് വളരെ ദുഃഖിതയായാണ് സിസ്റ്റർ ഉഷ ജോയ്. വാർഷികത്തിൽ സമ്മാനമെടുക്കാൻ പോയപ്പോൾ സിസ്റ്റർ ഉഷ ജോയ് വീണ്ടും സങ്കടത്തിലായി. കാരണം ചോദിച്ചപ്പോൾ താൻ കഴിക്കാനിരുന്നപ്പോൾ തൻ്റെ ഭർത്താവിനെ ഓർമ്മ വന്നു. ഇതുവരെ ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ആളുടെ രൂപം 8 അടി 8 ഇഞ്ച് 8 സെൻറ്റിമീറ്റർ. സുന്ദരനും സുമുഖനും. താൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് 5 അടി ഹീൽ. കണ്ടാൽ മുടിയുണ്ടെന്ന് തോന്നും, പക്ഷേ ആൾ കഷണ്ടിയാണ്. മറ്റൊരടയാളം ഒമിനി കാറാണ്. ഈ കാറ് കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഹൈടെക് സംവിധാനമാണെന്ന്. പക്ഷേ അതിനകത്ത് 5 രൂപയുടെ 2 പെട്ടി പാർലേജി ബിസ്ക്കറ്റും 5-6 പടല പഴവും മാത്രം. കണ്ടുകിട്ടുന്നവർ ഞങ്ങളുടെ ന്യൂസ് ചാനലിനെ കോർഡിനേറ്ററായ വെടിക്കെട്ട് ശാന്തയുടെ കയ്യിലോ ചർച്ച് ലീഡറായ ടീം ക്യാപ്റ്റൻ്റെ കയ്യിലോ ഏൽപ്പിക്കേണ്ടതാണ്. വിന്നേഴ്സ് ഓഫ് ദ ഇയർ. AG ചർച്ച് കീഴാറൂരിൽ 6 കുട്ടികളാണ് ഈ വർഷം പബ്ലിക് എക്സാം എഴുതിയത്. മെയ് മാസത്തിലാണ് ഇവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത്. 10ാം ക്ലാസ്സിലെ 4 കുട്ടികളായ അബിന, ആൻസി, അബിയ, ആൻഡോ, +2-വിൽ അക്സയും അക്ഷിനുമാണ് എക്സാം എഴുതിയത്. മെയ് 8-ാം തീയതി 3 മണിക്കാണ് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ 3 മണി കഴിഞ്ഞിട്ടും എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് സിജി സിസ്റ്ററുടെ മൂത്ത മകൻ ആൻഡോ ബോധം കെട്ട് വീഴുകയായിരുന്നു. പിന്നെ എക്സാമിൽ വിജയിച്ചു എന്ന് കേട്ടപ്പോഴാണ് ബോധം വീണത്. എല്ലാ വിദ്യാർത്ഥികളും ഉന്നത മാർക്കോടെ വിജയിച്ചു. പക്ഷേ ഇതിനിടയിൽ സിസ്റ്റർ ഇവാഞ്ചൽ അക്സ ലഡു തന്നില്ല, താൻ വളരെ ദുഃഖത്തിലുമാണെന്ന് ഞങ്ങളുടെ ചാനലിനെ അറിയിച്ചു. ഇത് അക്സ എസ് തോമസ് കാണണമെന്നും തനിക്ക് എത്രയും വേഗം ലഡു തരണമെന്നും സിസ്റ്റർ ഇവാഞ്ചൽ പറയുന്നു. ഏഞ്ചലസ് തോമസ് എന്ന വിദ്യാർത്ഥിനി MBA പഠിക്കുകയും ഫസ്റ്റ് റാങ്കോടെ വിജയിക്കുകയും ചെയ്തു. ഈ കുട്ടിയെ ആദരിക്കുകയും ചെയ്തു. 2K24 VBS. AG കീഴാറൂർ സഭയുടെ VBS ഏപ്രിൽ 9-ന് ആരംഭിച്ചു. ആഘോഷങ്ങളുടെയും ആരവങ്ങളുടെയും ഉത്സവമായി അത് മുന്നേറുന്നു. ഈ വർഷത്തെ Excel VBS ടീം AI Gen. ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്നത് 3 ടീച്ചേഴ്സാണ്.
ഒരു കട്ട, ഒരു പൊളി, പിന്നെ ഒരു സെറ്റും. കട്ട എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബിജിന സഹോദരിയും പൊളി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററായ സിസ്റ്റർ CG അവറുകളും പിന്നെ സെറ്റായി അറിയപ്പെടുന്ന പവറായ സീനിയർ സ്റ്റുഡൻസിൻ്റെ ടീച്ചർ മിത്ര സഹോദരിയുമാണ് നമ്മുടെ ഈ വർഷത്തെ ഡയറക്ടേഴ്സ്. തുടർന്ന് പങ്കെടുക്കാൻ വന്ന കുട്ടികളെ രണ്ട് ടീമായി തിരിക്കുകയും സൂപ്പർ ഹീറോസ്, സൂപ്പർ ക്യൂൻസ് എന്ന് അവരെ അറിയപ്പെടുന്നു. രണ്ട് ടീമുകളും വൻ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. എന്നാൽ സൂപ്പർ ക്യൂൻസ് ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഇതിനെല്ലാം കാരണമായത് സൂപ്പർ ക്യൂൻസ് ടീമിൻ്റെ ലീഡറായ സീനയാണ്. ശേഷം വളരെ മനോഹരമായാണ് VBS അവതരിപ്പിച്ചത്. ഏദൻ തോട്ടത്തിലെ വിശുദ്ധ വിവാഹം. പാസ്റ്റർ ബിനു തോമസ് അവറുകളുടെയും സാറാമ ജിജിയുടെയും മൂത്ത പുത്രിയായ ഏഞ്ചലസ് തോമസിൻ്റെ വിവാഹമാണ് ഓഗസ്റ്റ് മാസം 28-ാം തീയതി നടന്നത്. ഒത്തിരി സഭയിൽ നിന്നും വിശ്വാസികൾ പങ്കെടുത്തു. എന്നാൽ ഇതിനിടയിൽ വൻ തരംഗം സൃഷ്ടിക്കുകയാണ് AG കീഴാറൂർ സഭയിലെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്. എല്ലാ പേരുടെയും കണ്ണിൽ കുളിരണിയിച്ചുകൊണ്ടാണ് ഒരുപോലെ കളർ കോഡ് ധരിച്ച് എത്തുകയായിരുന്നു. തുടർന്ന് ഈ കുട്ടികൾ വിലപിടിപ്പുള്ള മെമൻറ്റോ ഏഞ്ചലസ് തോമസിനും സുമേഷ് ചേട്ടനും കൊടുത്തു. എന്നാലാകട്ടെ ഏദൻ തോട്ടത്തിലെ പുരോഹിതന് തൻ്റെ മകൾ തന്നിൽ നിന്ന് അടർന്നു പോകുന്ന വേദനാജനകമായിരുന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയെ ഒഴുകുന്നുണ്ടെങ്കിലും ഷർട്ടിൻ്റെ തുമ്പിൽ അത് ഒളിപ്പിക്കുകയായിരുന്നു. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വരഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനെ കാര്യം നടത്തി തരും. ഫോട്ടോഷൂട്ടിന് ഇടയ്ക്ക് മൂക്കിൽ നിന്ന് ഒഴുകിയെത്തിയ വെള്ളം ക്യാമറാമാൻ അറിയാതെ ഭാര്യയായ സാറാമ്മയുടെ സാരിത്തുമ്പിൽ തുടയ്ക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ റിപ്പോർട്ടർ ഒൾ ക്യാമറ വെച്ച് ഇത് പകർത്തി സത്യം വെളിപ്പെടുത്തുകയുമായിരുന്നു. അങ്ങനെ തൻ്റെ മകളെ സന്തോഷത്തോടെ കൈപിടിച്ച് അയച്ചു. കൺവെൻഷൻ. ശാലേം AG ചർച്ച് കീഴാറൂരിൻ്റെ ഗ്രൗണ്ടിൽ പാസ്റ്റർ ബിനു തോമസ് അവറുകൾ വന്നിട്ടുള്ള ആദ്യത്തെ കൺവെൻഷനാണ് 2025 ഫെബ്രുവരി 21, 22, 23 എന്നീ തീയതികളിൽ നടത്തപ്പെടുന്നത്. ഈ കൺവെൻഷൻ ദൈവനാമത്തിൽ മേഖലാ ഡയറക്ടർ പാസ്റ്റർ സനൽ കുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിൻ്റെ അധ്യക്ഷനായ പാസ്റ്റർ ബിനു തോമസ് അവറുകളുടെ നേതൃത്വം നൽകുന്നു. പ്രശസ്തരായ പ്രസംഗകർ ഈ യോഗത്തിൽ പങ്കെടുത്ത് ജനത്തിൻ്റെ ആത്മീയ തലത്തെ മുന്നോട്ട് വയ്ക്കുന്നു. പാസ്റ്റർ K. എബ്രഹാം, പാസ്റ്റർ AB എബ്രഹാമുമാണ് പ്രസംഗകർ. ഈ യോഗത്തിൽ പ്രശസ്ത ഗായിക വിദ്യ കുറ്റിച്ചൽ, ഷമുവേൽ JS, ജിജോ ബെദേസ്ത കൊടങ്ങാവിളയും എന്നിവർ അണിചേർന്ന് ഇതിലെ ഗാനശുശ്രൂഷ നയിക്കുന്നു. എല്ലാ സഹോദരങ്ങളും നമ്മെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മഹാജനങ്ങളും ഈ യോഗത്തിൽ എത്തിച്ചേരണം. കടന്നുവരുവിൻ, അനുഗ്രഹം പ്രാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9946595441. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ന്യൂസിലേക്ക് കടന്നു വരാം. പലതരം പച്ചക്കറികൾ പല ഇനത്തിൽ, പല തരത്തിൽ, പല ഷേപ്പിൽ വിൽക്കപ്പെടും. സമീപിക്കുക AJ സ്റ്റോർസ് കാവലൂർ. ബ്രദർ ജോയ് ഗ്ലാസ്റ്റിൻ. AJയുടെ കൈനേട്ടങ്ങൾ. ഇൻസ്ട്രുമെൻറ്റ്സ്. ബ്രദർ സജു പുതിയ റിതം പേഡും ബ്രദർ സജികുമാർ പുതിയ ഡ്രം സെറ്റും വാങ്ങി. പുതിയ ആത്മാക്കൾ. പാസ്റ്റർ ബിനു തോമസ് അവറുകളുടെ പ്രാർത്ഥനയും ബിജിന സിസ്റ്ററുടെ കാലുപിടുത്തവും കാരണമാണ് പുതിയ 2 ഫാമിലി പള്ളിയിലേക്ക് കടന്നു വന്നത്. ഒന്നാമത് ബിജിത ഫാമിലി, രണ്ടാമത് റിജോ ബ്രദർ ഫാമിലി. പാസ്റ്റർ ബിനു തോമസ് അവറുകൾ ബിജിന സിസ്റ്ററെ ഭീഷണിപ്പെടുത്തിയത് കാരണമാണ് തൻ്റെ 2 അനിയത്തിമാരുടെ ഫാമിലിയെയും ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് സജു ബ്രദർ ഞങ്ങളുടെ ചാനലിനോട് അറിയിച്ചത്. പാസ്റ്റർ ബിനു തോമസ് ഒളിവിലായതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ന്യൂ ബേബി ബോൺ. ബ്രദർ അനുവിൻ്റെയും സിസ്റ്റർ ബ്ലസ്സിയുടെയും ജീവിതത്തിൽ ദൈവം ദാനമായ ഒരു പെൺകുഞ്ഞിനെ നൽകി. 18/12/2024 പുതിയ ഒരു സഭാംഗമായി ചേർന്നു. ലിയാന എന്നാണ് ഈ കുട്ടിയുടെ പേര്. കോമ്പറ്റീഷൻ. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു സൺഡേ സ്കൂൾ CA സെക്ഷൻ മത്സരത്തിൽ മുന്നിട്ട് നിന്നത്. കീഴാറൂർ സഭയാണ്. ഈ വർഷത്തെ CA ബൈബിൾ ക്വിസിന് കീഴാറൂർ ചർച്ചിൽ നിന്ന് 2 പേരാണ് ജയിച്ച് മുന്നോട്ട് പോയത്. സബ് ജൂനിയറിൽ അഭിന SRും പിന്നെ ജൂനിയറിൽ ഷെർലി സിസ്റ്ററുമാണ് സെക്ഷനിൽ ജയിച്ചത്. പക്ഷേ മേഖലയിലേക്ക് പോയെങ്കിൽ വളരെ നന്നായി പൊട്ടി തിരിച്ചു വന്നു. വിനോദയാത്ര. വർഷങ്ങൾക്ക് ശേഷം ഒരു വിനോദയാത്ര പോയി. AG ചർച്ച് കീഴാറിലെ അംഗങ്ങൾ 2024 ജൂലൈ 16 രാവിലെ 5 മണിക്കാണ് ഇവിടെ നിന്ന് തിരിച്ചത്. ആദ്യം തെന്മല ഡാമിലേക്കാണ് പോയത്. ആ പ്രദേശം കുരങ്ങന്മാരാൽ ചുറ്റപ്പെട്ടതാണ്. ആദ്യത്തെ കുറച്ച് നിമിഷം വളരെ ശോചനീയ അവസ്ഥയായിരുന്നു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരു വാവിട്ട് നിലവിളി കേട്ട ഭാഗത്തേക്ക് എല്ലാവരും ഓടിയെത്തുകയായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് ബിനു തോമസ് അവറുകളുടെ ഏകപത്നിയായ സാറാമ്മ ജിജി വെമ്പിക്കരയുന്നു. അങ്ങനെ കാര്യം തിരക്കിയപ്പോഴാണ് അറിയുന്നത് കുരങ്ങനുമായി കളിച്ചുകൊണ്ടിരുന്ന തൻ്റെ പ്രിയതമനെ കാണുവാനില്ല എന്ന്. വൻ നാശനഷ്ടത്തിലേക്ക് 22/12/2024 വൈകിട്ട് 4-നും 5-നും ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. പാസ്റ്റർ ബിനു തോമസ് അവറുകളുടെ പ്രിയ പുത്രിയായ അക്സയസ് തോമസ് വളരെ മനോഹരമായ ഒരു പുൽക്കൂട് നിർമ്മിച്ച് ഈ പുൽക്കൂടിനാണ് വൻ നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ട് ലഭിച്ചത്. അക്സ ഇപ്രകാരമാണ് നമ്മുടെ റിപ്പോർട്ടറായ പുട്ടുക്കുറ്റി രാധയെ അറിയിച്ച്
താൻ പാല് വാങ്ങുവാൻ പോയ നേരത്താണ് ഈ സംഭവ കോലാഹലങ്ങൾ നടക്കുന്നത്. ചർച്ചിൻ്റെ മുൻപിലാണ് അക്സ പുൽക്കൂട് സ്ഥാപിച്ചത്. ഈ പുൽക്കൂടിൻ്റെ മുൻപിൽ വളർന്നു നിന്ന മരത്തെയാണ് പാസ്റ്റർ സഭാ സെക്രട്ടറിയും കൂടി അരിഞ്ഞു വീഴ്ത്തിയത്. ഈ മരം വന്ന് നിലം പതിച്ച് അക്സയുടെ സ്വപ്നകൂടാരമായ പുൽക്കൂടിൻ്റെ പുറത്താണ്. അക്സ വരുന്ന കണ്ട പാസ്റ്റർ ഓടി വീട്ടിലേക്ക് കയറി. സർവപാപ കരകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ എന്ന പാട്ടും പാടി കഥവും അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ട അക്സർ ജിജി സിസ്റ്ററുടെ കയ്യിലിരുന്ന തുടുപ്പും വാങ്ങി ബ്രദർ ജോയി ഗ്ലാഡ്സിനെ ലക്ഷ്യമാക്കി ഓടിയെറിഞ്ഞു. ഇദ്ദേഹം തന്നെ ഭാര്യയെ മനസ്സിൽ ഗ്രഹിച്ച് ഓടാൻ തുടങ്ങി. ഈ ഓട്ടം ഇതുവരെയും തീർന്നിട്ടില്ല എന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ അറിയിച്ചു. അക്സ പുൽക്കൂടിൻ്റെ ദയനീയാവസ്ഥ കണ്ട് വാവിട്ട് നിലവിളിച്ചു. ആ നിലവിളിയിൽ സമീപ പ്രദേശത്തെ കാളകളും പശുക്കളും കയർ പൊട്ടിച്ച് ഓടിയതായി റിപ്പോർട്ട് ലഭിച്ചു. ധാന്യോത്സവ ലേലം. AG കീഴാറൂർ ചർച്ചിൽ ഡിസംബർ മാസം 15, 22, 29 എന്നീ തീയതികൾ വർഷാന്ത്യ ലേലം നടന്നു വന്നു. വേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഏതുവിധം തടിയാകട്ടെ, ഏതുവിധം മോഡലാകട്ടെ, തൻ്റെ സ്വന്തം കൈപ്പടയിൽ ചെയ്തു കൊടുക്കപ്പെടും. സമീപിക്കുക ബ്രദർ സജു, കൊറ്റമ്പള്ളി, ഗ്രീൻ ടെക് ഹോം ഇൻറ്റീരിയർ വർക്ക്സ്. AG നഗറിലെ പരാതികൾ. ഇന്നലെ പ്രാക്ടീസിനായി വന്ന കുട്ടികളെ പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്കാതെ പാട്ടുകാരനായ സജികുമാർ മുന്നിലേക്ക്. ഇതിനെ തുടർന്ന് പ്രതിഷേധ ശബ്ദവുമായി സൺഡേ സ്കൂൾ സ്റ്റുഡൻസ്. ഇതറിഞ്ഞ പാസ്റ്റർ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വിദ്യാർത്ഥികളെ നയിച്ചു. ഇതേ തുടർന്ന് പള്ളിയുടെ പുറത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുവാൻ സമ്മതിച്ചു. തുടർന്ന് ഡിസംബറിലെ മഞ്ഞുകൊണ്ട് 2 കുട്ടികൾക്ക് പനി പിടിച്ചു. അതിൻ്റെ ഹോസ്പിറ്റൽ ചെലവ് സജികുമാർ നൽകണമെന്ന് കുട്ടികൾ ഭീഷണിപ്പെടുത്തി. CA കമ്മിറ്റിക്ക് വിള്ളൽ. CA കമ്മിറ്റി കേക്ക് നൽകാത്തതിനെ തുടർന്ന് CA കമ്മിറ്റിയിൽ വളരെ വലിയ വിള്ളലുകൾ സംഭവിച്ചതായി കാലാവസ്ഥ റിപ്പോർട്ട് ചെയ്തു. ക്രിസ്മസിനോടനുബന്ധിച്ച് CA അംഗങ്ങൾക്ക് കേക്ക് വാങ്ങിത്തരാമെന്ന് സജികുമാർ ആഹ്വാനം ചെയ്തു. എന്നാൽ CA അംഗങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനകീയ ലേലത്തിന് കേക്ക് വാങ്ങുകയും 7,400 രൂപയ്ക്ക് ആ വിള്ളൽ നികത്തിയെന്ന് ബ്രദർ സജികുമാർ വാദിക്കുന്നു. ഈ പരാതിയെ മാനിച്ചുകൊണ്ട് സജികുമാർ വാർഷികത്തിന് ശേഷം കേക്ക് നൽകുമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവാർഡ് ദാനം ഇപ്പോൾ ലൈവായി നടക്കുകയാണ്. അവിടേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഈ അവാർഡ് ദാനത്തിലേക്ക് ഞാൻ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ അവാർഡ് ദാനത്തിലെ പ്രധാന വിശിഷ്ട വ്യക്തിയായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് പാസ്റ്റർ ബിനു തോമസ് അവറുകളാണ്. അവരെയും ഞാൻ ഹാർദവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവാർഡ് ദാനം തുടങ്ങുകയാണ്. ആദ്യം തന്നെ 2024 ബെസ്റ്റ് ദമ്പതിമാർക്കുള്ള അവാർഡാണ് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ബെസ്റ്റ് ദമ്പതിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബ്രദർ സാംകുട്ടി ആൻഡ് സിസ്റ്റർ മിത്ര സിസ്റ്റർ. പ്ലീസ് കം ദി സ്റ്റേജ്. അടുത്ത അവാർഡ് ഈ വർഷത്തെ ബെസ്റ്റ് ഡാൻസറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്റ്റെബിൻ ജോസ്. അദ്ദേഹത്തെ ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹം പോകാൻ വരട്ടെ. ഇദ്ദേഹം ബെസ്റ്റ് ഡാൻസർ ആയതുകൊണ്ട് തന്നെ 2 ചുവടുകൾ നമുക്കിവിടെ വേണ്ടി ഇവിടത്തേക്ക് ഒന്ന് കാണിച്ചു തരണം. ഗിഫ്റ്റിക്ക് തരിക. ഞാൻ വിളിക്കാം. റാം വാക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് സജികുമാർ ബ്രദർ. പ്ലീസ് കം ദി സ്റ്റേജ്. താങ്കൾ ഒരു റാം വാക്ക് നടത്തിയിട്ട് വേണം പോകുവാൻ. പ്ലീസ് കം. പോകൂ. ഓക്കെ, താങ്ക് യു. 2024 തീറ്റ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അക്സ എസ് തോമസ്. Please come to the stage. ഇതൊന്ന് കൊടുക്കുക. താങ്കളുടെ തീറ്റ നമുക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പ്ലീസ് ഈറ്റിംഗ്. തിരിഞ്ഞു നിൽക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ അവാർഡ് ദാനം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഈ അവാർഡ് ദാനത്തിലേക്ക് നമ്മൾ ക്ഷണിച്ച വിശിഷ്ട വ്യക്തി പ്രശസ്തനും പ്രമുഖനുമാണ്. അദ്ദേഹത്തിന് നമ്മുടെ വാർത്തയുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം ഒന്ന് സ്റ്റേജിലോട്ട് വരണം. ഇന്നത്തെ അവാർഡ് ദാനം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വർഷം വീണ്ടും അവാർഡ് ദാനമായി വരും. എല്ലാവരും നല്ല കഴിവുകൾ പ്രകടിപ്പിക്കുക.
ഓക്കെ, നന്ദി. ഓക്കെ, നിങ്ങളുടെ സഹകരണത്തിന് നന്ദിയുണ്ട്. അവാർഡ് ദാനം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ന്യൂസിലേക്ക് വരാം. പാസ്റ്റർ ബിനു തോമസ് അവറുകൾ നേതൃത്വം നൽകുന്ന 3 ദിവസത്തെ മഹായോഗം കീഴാറു AG ചർച്ച് ഗ്രൗണ്ടിൽ 2025 ഫെബ്രുവരി മാസം 21, 22, 23 തീയതികളിൽ നടത്തപ്പെടുന്നു. ഏവരെയും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9946595441. വാർഷികം. കീഴാറൂർ AG ചർച്ചിൽ വാർഷികം നടക്കുകയാണ്. അവിടുത്തെ വിവരങ്ങൾ അറിയാൻ നമ്മുടെ റിപ്പോർട്ടർ നമ്മുടെ കൂടെയുണ്ട്. ഹലോ കുട്ടൂസിനി, കേൾക്കാമോ? ഹലോ, കേൾക്കാം. കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കാമോ? ഞാനിപ്പോൾ നിൽക്കുന്നത് AG ചർച്ച് കീഴാറിലാണ്. ഇവിടെ വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് സഭാ സെക്രട്ടറിയായ ജോയ് ഗ്ലാസ്റ്റനാണ്. അദ്ദേഹത്തോട് ഇവിടുത്തെ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. സാർ, ഇവിടെ നടക്കുന്ന വിവരങ്ങളൊന്ന് വിശദീകരിച്ച് തന്നാലും. ഇവിടെ വാർഷികം നല്ല മനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വാർഷികം കഴിഞ്ഞാലുണ്ടെന്ന് എല്ലാവർക്കും നല്ല ഫുഡ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ഇനിയും പ്രോഗ്രാമുകളുണ്ട്. അത് നല്ല നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു ഗ്രാൻഡ് ബായെ കിട്ടിയിട്ടുണ്ട്, സൈമൺ ഗ്രാൻഡ് ബാ. അദ്ദേഹത്തിന് 100 വയസ്സ് തികയുകയാണ്. ഇൻ്റർനെറ്റ് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അദ്ദേഹം എവിടെയാണ്? ഒന്ന് ഇങ്ങോട്ട് വരണം. വലിയൊരു ഗായകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനൊരു ഗാനം കേട്ടിട്ട് നമുക്ക് പോകാം. എന്നല്ലേലെന്നും വഹിച്ചിടുവാൻ സത്ക അന്തകന്തം എന്നെ ദൈവം പിറക്കുന്നു മനുഷ്യനെ ബത്ലഹേമിൽ അഞ്ഞു പൊരിയുന്നു മതത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വെണ്ണിലും മന്ദകശം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ ഹല്ലേലൂയ. വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വിവരങ്ങളൊക്കെയാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത് അല്ലേ? അതെ. ഓക്കെ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. എവിടെ വേണമെങ്കിലും ഇവർ എത്തിക്കും. പല കുറുക്കു വഴികൾ കൂടിയും വേഗം എത്തിക്കുന്ന സ്പീഡ് ഓട്ടോസ് സമീപിക്കൂ. ബ്രദർ സുരേഷ് ടി, ബ്രദർ സാംകുട്ടി ആൻഡ് ബ്രദർ എലീഷ. സ്പോർട്സ്. ട്രിപ്പിൾസ് അടിച്ച് ടീം ക്യാപ്റ്റൻ ലേലം മുതൽ വാർഷികം വരെ കമ്മിറ്റിക്കാരും പുത്രികാ സംഘവും ഡബിൾ അടിക്കുമ്പോൾ എല്ലാവരുടെയും പ്രിയങ്കരനായ ടീം ക്യാപ്റ്റൻ ട്രിപ്പിൾ അടിച്ചാണ് നിൽക്കുന്നതെന്നാണ് സ്വന്തം അഭിപ്രായം. മേഖലാ വാർഷികം കൊണ്ണിയൂർ റാലി. പെരുങ്കടവിള സെക്ഷൻ്റെ ഭാഗമായാണ് കീഴാറൂർ സഭയിൽ നിന്നും കൊണ്ണിയൂരിലേക്ക് പോയത്. റാലിക്ക് ഒരുപാട് നടക്കാനുള്ളതിനാൽ പാസ്റ്ററിൻ്റെ മകളായ അക്സ തൻ്റെ ചെരുപ്പിനെ അനുബ്രദറിൻ്റെ സഹായത്തോടെ വലിച്ചു പൊട്ടിച്ചിട്ട് തനിക്ക് നടക്കാൻ കഴിയില്ല, ഒരു ഓട്ടോ പിടിച്ച് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഗായികയായ സീന എതിർക്കുകയും ആ ചെരുപ്പിനെ താൻ ഒറ്റയ്ക്ക് തുന്നി കൊടുക്കുകയും ചെയ്തു. ഇന്നത്തെ കലാപരിപാടികൾ. 4:45 ഉദ്ഘാടനം, 5 മണിക്ക് പാസ്റ്ററിൻ്റെ വാക്കുതർക്കം, 7 മണിക്ക് സ്റ്റെഫിൻ ജോസിൻ്റെ ചവിട്ട് നാടകം, 7:30 അക്സ എസ് തോമസിൻ്റെ തീറ്റ മത്സരം, 7:45 ഷെർലി ആൻഡ് സജികുമാർ പെയർ ഡാൻസ്, 8 മണിക്ക് സ്വന്തം സന്തോഷിൻ്റെ കുടുംബശ്രീ. കാലാവസ്ഥ. കീഴാറൂർ 30 ഡിഗ്രി സെൽഷ്യസ്. AG കീഴാറൂർ ചർച്ചിൽ കുട്ടികളുടെ തകർപ്പൻ പരിപാടികൾ അനുസരിച്ച് ചൂട് കൂടാനും കുറയാനും സാധ്യത. AG നഗർ 60 ഡിഗ്രി. അക്സ ആൻഡ് പാർട്ടിയുടെ ഡാൻസ് സമയത്ത് ഭൂമി കുലുക്കത്തിന് സാധ്യതയുള്ളതിനാൽ സമീപവാസികൾ ജാഗ്രത പാലിക്കുക. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം. മുയൽച്ചാട്ടം, പൂച്ചച്ചാട്ടം, കഴുതപ്പാട്ട്, ഇങ്ങനെ പല പല വെറൈറ്റി സ്റ്റെപ്പുകൾക്ക് സമീപിക്കുക. ബ്രദർ സ്റ്റെബിൻ ജോസ്. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. ഉപവാസ പ്രാർത്ഥന പുതിയ അധ്യയന വർഷത്തിലേക്ക്. കാണുവാനില്ല വിന്നേഴ്സ് ഓഫ് ദ ഇയേഴ്സ് 2K24 VBS. ഏതൻ തോട്ടത്തിലെ വിശുദ്ധ വിവാഹം. കള്ളൻ കുണുവാവ പിടിയിൽ. കൺവെൻഷൻ. AG സഭയിലെ കൈനേട്ടങ്ങൾ. കോമ്പറ്റീഷൻ. വിനോദയാത്ര വൻ നാശനഷ്ടത്തിലേക്ക്. ധാന്യോത്സവ ലേലം. AG നഗറിലെ പരാതികൾ. അവാർഡ് ദാനം. ചുവന്ന കണ്ണുള്ള അപരൻ. സ്പോർട്സ്. ഇന്നത്തെ കലാപരിപാടികൾ. വാർഷികം. കാലാവസ്ഥ. ഇതോടെ ഈ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.